അല്ല അളിയ ഇത് വർക്കൗട്ട് ആവൂ? പിന്നെ ആ DCP നമ്മുടെ പെർഫോമൻസിൽ ഫ്ലാറ്റ് ആയില്ലടാ. നിങ്ങൾ തമ്മിൽ പ്രേമിക്കുന്ന കാര്യം ആ DCPയോട് പറഞ്ഞൊക്കെ ശരി, അക്കാര്യം ആ പെണ്ണിനോട് പറഞ്ഞ? അവളോട് എന്തിനാടാ പറയുന്നത്? ഒരുപക്ഷെ DCP അത് ആ പെണ്ണിനോട് ചോദിച്ചാ? എന്റെ ഈശ്വര, ഇന്നാ DCPയുടെ കൈക്ക് ജോലിയാവല്ലോ. എക്സ്ക്യൂസ് മീ, ഇവിടെ മധുമതി തേർഡ് ഇയർ ഒരു സെക്കൻഡ് വിളിക്കാമോ? സാറ് വുഡ് ബി, അങ്ങനെ പറയൂ. ഓക്കെ സാർ. സാർ, യൂണിവേഴ്സിറ്റി കോളേജ് നമ്മൾ ഗംഭീരാടി സാർ. രണ്ടുപേരെ സ്പോട്ടിൽ തീർന്നു പോയി സാർ. സാർ പെട്ടെന്ന് വരണം, എന്തെങ്കിലും ചെയ്യണം. ഹലോ ഹലോ സാർ, വേഗം വരണം സാർ, വേഗം വേഗം വരണം. നാളെ മുതൽ ഞാൻ കോളേജിൽ വരില്ല. കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. അതിന് അയാൾക്ക് സമ്മതമില്ലാന്ന്. മധുമതി, കുട്ടിയെ കാണാൻ വേണ്ടി ആരോ വന്നിരിക്കുന്നു. ആരാ? വുഡ്ബി ആണെന്നാ പറഞ്ഞത്. ഇവനോ? നീ എന്റെ വുഡ്ബിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണോ അങ്ങനെ പറയുന്നത്? പിന്നെ എന്താ നീ പറഞ്ഞത്? നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞോളൂ. നമ്മൾ തമ്മിൽ ലവ് ആണെന്ന് പറഞ്ഞോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അയ്യോ, ആ DCP ആയിട്ട് രണ്ടുപേരും തട്ടും. അപ്പോ ആ DCPയോട് നീ പറഞ്ഞോ? അയാളോട് പറയാതിരുന്ന എങ്ങനെയാ? ഞാൻ അങ്ങനെ പറഞ്ഞതേ DCPയോടാ. DCPയോടോ? എടാ വെണ്ടേ, അയാളോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ? എടോ, ആ കല്യാണം മുടക്കാൻ വേണ്ടി വേറൊരു വഴിയില്ലാത്തോണ്ടാ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ആ DCP ഒന്ന് ചോദിച്ചാലും താൻ അങ്ങനെ പറയാവൂ പ്ലീസ്. നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറയാനോ? നോ, ഇംപോസിബിൾ. എടോ, അങ്ങനെ പറഞ്ഞാൽ തന്റെ കല്യാണം നടക്കില്ല. താൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ DCP എന്നെ കൊന്നുകളയും. അതുകൊണ്ടാ പ്ലീസ്. വേറെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ പ്രേമിക്കുന്നു മാത്രം ഞാൻ പറയില്ല പ്ലീസ്. അല്ലെങ്കിൽ DCP എന്നെ... ആർക്കാതൊരു ധൈര്യം? എന്നെ വിളിച്ച് കള്ളം പറഞ്ഞാണെന്നോ? ഷിറ്റ്, അവൻ ആരാണെന്ന് വേഗം അന്വേഷിക്കുക. ഐ ഹാവ് സം പേഴ്സണൽ വർക്ക്. നീ ഇവനെ പ്രേമിക്കുന്നുണ്ടോ? പറയാൻ. എത്ര നാളായി? 5 വർഷമായി. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചൂടെ? പഠിത്തം പൂർത്തിയാക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. എന്നോട് നേരത്തെ പറയായിരുന്നല്ലോ. എന്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയില്ലേ? എന്ത് സ്വപ്നങ്ങളാ ഞാൻ കണ്ടെന്നറിയൂ. നിനക്ക് വേണ്ടി കാഞ്ചീപുരത്തുനിന്ന് 100 പട്ടുസാരിയാ ഞാൻ വാങ്ങിയത്. സാർ, വേണമെങ്കിൽ പട്ടുസാരി മുഴുവൻ ഞാൻ വിദ്യാഭ്യാസം. ഇക്കാര്യം നിന്റെ അച്ഛനറിയാമോ? അയ്യോ സാർ, അദ്ദേഹത്തോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാർ ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ട് സാറിനോട് പറഞ്ഞ ഞാൻ ജെന്റിൽമാൻ ആണെന്ന്. I am not a gentleman. 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 ഞാൻ ജെന്റിൽമാനെ അല്ല. I am not a gentleman. I am not a gentleman. I am not a gentleman. മധു, അന്ന് കണ്ട ലെറ്റർ എനിക്കുള്ളതായിരുന്നു എന്ന് ഞാൻ എന്റെ ഡാഡിയോട് പറയട്ടെടി. ഇനി എന്ത് പറഞ്ഞിട്ടെന്താ? എന്റെ പേടിയല്ല DCP വന്ന് എന്റെ അച്ഛനോട് ഇതൊക്കെ പറയൂ എന്നുള്ളതാ. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്നെ കുറിച്ച് അവൻ എന്താ വിചാരിച്ചേ? എന്റെ തല കുനിപ്പിച്ചു കളഞ്ഞില്ലേ അവൻ? അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. എങ്ങനെ വിഷമിക്കാതിരിക്കും? എനിക്കുണ്ടായ അവമാനം എത്രത്തോളമാണെന്ന് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. എന്ത് പറ്റിയടാ? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ആ DCP തെണ്ടി പറയുക അവനിപ്പോ ഉടനെ കല്യാണം വേണ്ടെന്ന്. കാര്യം എന്താടാ? ആർക്കറിയാം? എത്രയൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞു തുളയ്ക്കണ്ടേ അവൻ? അച്ഛൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? അന്ന് കണ്ട ആ ലെറ്റർ എനിക്കാരും തന്നതല്ല. ഇവളുടെ ബോയ്ഫ്രണ്ട് ഇവൾക്ക് എഴുതി കൊടുത്തതാ. അതെ അങ്കിൾ, ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാ ആ ബുക്സ് എന്റെ ആണെന്ന്. മേലാൽ എന്റെ മോളോട് മിണ്ടിപ്പോകരുത്. അച്ഛാ, ഏതായാലും കല്യാണം മുടങ്ങിപ്പോയില്ലേ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് അച്ഛന് മനസ്സിലായല്ലോ. നാളെ മുതൽ ഞാൻ കോളേജിൽ പോയിക്കോട്ടെ അച്ഛാ, പ്ലീസ്.
എന്താ കാന്തമ്മ മേഡം, നല്ല ഹാപ്പിയിലാണല്ലോ. അപ്പൊ കല്യാണം മുടങ്ങിയല്ലേ? എന്നിട്ടാണ് ഒരു താങ്ക്സ് പോലും പറയാത്തെ? എന്തിനു പറയണം? താൻ തെറ്റിയതിട്ടല്ലേ സോൾവ് ചെയ്യേണ്ടി വന്നത്. ഇതിനിത്ര റിയാക്ഷനോ? ഒറിജിനൽ ഗണ്ണ അയാളെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അന്നേരത്തെ അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് മിനിറ്റ്. ഹലോ സാർ, 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 സാർ. ശരി സാർ. സാർ ഓക്കെ സാർ. ആരാ? നമ്മുടെ DCP-യാ. നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാനെങ്ങും വരില്ല. വരണ്ട, അല്ലെങ്കിലേ പോലീസുകാർക്ക് സംശയം കൂടുതലാ. സത്യം പറഞ്ഞാൽ വീണ്ടും താനുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്യും. അത് മുടക്ക എന്നെ വിളിച്ചേക്കരുത്. ഞാൻ വരുന്നില്ല. പ്ലീസ് 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 പ്ലീസ്. ഐ എം സോറി ബണ്ണി. ഇന്നലെ ഞാൻ നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആക്ച്വലി ഐ എം എ ജെന്റിൽമാൻ. ഈ ക്രിമിനൽസും പോലീസുകാരും അവരുടെയൊക്കെ ഇടയിലുള്ള ജീവിതമല്ലേ മോശമായി. പാടില്ലായിരുന്നു, മോശമായി പോയി. എനിവേ, യു ആർ മൈ ടു ബ്യൂട്ടിഫുൾ റോസസ്. ഐ എം സോറി. സാരമില്ല സാർ, ഞങ്ങളുടെ സ്നേഹം സാറ് മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി. യു നോ മധു, ബണ്ണിയുടെ ക്യാരക്ടർ നിനക്ക് നല്ലതുപോലെ അറിയൂ. തന്നെ പോലെ എടുത്തുണ്ടായാൽ മതി ആ പ്രദേശത്തുള്ള മൊത്തം പെൺകുട്ടികളുടെ ജീവിതം വേസ്റ്റ് ആവാൻ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഫസ്റ്റ് ടൈം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കണ്ടുമുട്ടിയത്? ഇഫ് ഇറ്റ്സ് പേഴ്സണൽ then forget it. അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ പറയാം. Tell me. അതൊരു ദീപാവലി ദിവസമായിരുന്നു. ഓർഡർ ചെയ്ത പിസ ക്യാൻസൽ ആയി പോയ വിഷമത്തിൽ ഞാൻ റോഡിൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ കിലുകിലാന്നൊരു പെണ്ണിന്റെ ശബ്ദം കേട്ടു. അല്ലേ, ഈ പെണ്ണിന്റെ വോയിസ് എത്ര സ്വീറ്റ് ആണെങ്കിൽ അവളെ കാണാൻ എങ്ങനെയായിരിക്കും ആകാംക്ഷയിൽ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പൊ ഇരുട്ടത്ത് 2 കുട്ടികളോടൊപ്പം ആ പെണ്ണ് കാറിൽ വന്നിറങ്ങി. എന്നിട്ട് പൂത്തിരിക്ക് തീ കൊളുത്തി. ആ തീപ്പൊരികളുടെ വെളിച്ചം അവളുടെ മനോഹരമായ കാലുകളിലും അവളുടെ അരക്കെട്ടിലും ആ കഴുത്തിലും അവളുടെ ഫേസിലെല്ലായിടത്തും. സിനിമ പിടിക്കാൻ പോയാൽ നന്നായിരിക്കും. എക്സാക്ട്ലി, പോലീസ് ആയതുകൊണ്ടല്ലേ സീൻ പറഞ്ഞപ്പോഴേക്കും ക്യാരക്ടർ പിടിച്ചെടുത്തത്. ആദ്യമായി കണ്ടുമുട്ടിയ സീൻ ചോദിച്ചപ്പോ ഇത്രയും പറഞ്ഞെങ്കിൽ പ്രേമത്തെ കുറിച്ച് ചോദിച്ച എന്തായിരിക്കും? സർ, സാർ സിനിമകളൊന്നും കാണാറില്ലേ സർ? No, I don't like movies. അവർ കാണിക്കുന്നെല്ലാം വെറും വിഡ്ഢിത്തങ്ങളാ. അത് ശരിയാ. ഇനി ക്ഷേത്രത്തിലൊരു സീൻ, ഹോട്ടലിലൊരു സീൻ, എയർപോർട്ടിലൊരു സീൻ, ധാരാളം സീൻസ് ഉണ്ട് സാർ. Oh, no need, man. Enough. ഒറ്റ സീൻ.